കുടുംബം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് അയൽവാസിയായ രവീന്ദ്രനാണ്. നമുക്ക് അദ്ദേഹത്തോട് ഇതുമായി സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഈ സൈബർ ആക്രമണം അല്ലെങ്കിൽ തന്നെ ആ കുടുംബം വലിയ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ അവർക്കെതിരെ സൈബർ ആക്രമണം. അന്ന് അവർ വൈകാരികമായി സ്വാഭാവികമായും നമ്മളെ മക്കളെ കാണാതാവുമ്പോൾ അവിടെ ഒരു രക്ഷാപ്രവർത്തനം പോലും ഫലപ്രദമായ രീതിയിൽ നടക്കാത്തൊരു അവസ്ഥയിൽ നിന്നാണ് അവരിങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ചെയ്ത് ശരിക്കും തെറ്റല്ലേ? ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അവജ്ഞയോടുകൂടി നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം അവരോട് വിരോധം വേണ്ട, നമ്മൾ അവരോട് മറ്റൊരു വിധത്തിൽ കാണുകയും വേണ്ട. കാരണം അത് അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ള അറിയില്ല. പക്ഷെ വൈകാരികമായി ഈ അർജുൻ്റെ അമ്മ പറഞ്ഞതിനെ പറ്റിയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇപ്പം ശരിയായുള്ള സെൻസ് തന്നെ ആയിക്കണമെന്നല്ലേ അവർ സംസാരിക്കുന്നത്. അപ്പോൾ ആ വിധത്തിൽ അവർ ഡിഫൻസിനെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡിഫൻസിൽ ചെറിയ പോരായ്മ വന്നതല്ല, ആ കോർഡിനേഷൻ ചെയ്തതിൽ ചെറിയ പോരായ്മ വന്നെന്നുള്ളത് നമ്മൾ എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോർഡിനേഷൻ കമ്മിറ്റി ശരിക്കും ഈ സൈറ്റ് എങ്ങനെയുള്ളതാണെന്നുള്ളതും അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളതും അവിടേക്ക് എന്തൊക്കെ എക്യുപ്മെൻസാണ് വേണ്ടതെന്നുള്ളതും പിന്നെ അത്യാധുനിക ഉപകരണങ്ങൾ ഏതൊക്കെ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതെല്ലാം ഒരു ബ്രീഫ് ശരിക്കും ഡിഫൻസിന് ആദ്യം കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഡിഫൻസ് വരുന്ന സമയത്ത് അതിനുള്ള ഉപകരണങ്ങളോട് കൂടിയേ വരുള്ളൂ. അപ്പോൾ ഡിഫൻസ് ഇവിടെ വന്നതിന് ശേഷമാണ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിലേക്ക് എത്തപ്പെട്ടത്. അപ്പോൾ അത് നമ്മളുടെ എല്ലാ കാര്യത്തിലും ചെറിയ വീഴ്ചകളുണ്ടാവും. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വീഴ്ച ഉണ്ടായിക്കൂടായില്ല. പക്ഷെ എന്നാൽ ഇതൊരു മനുഷ്യത്വരഹിതമായ നടപടിയായി പോയി. അല്ലെങ്കിൽ ഒരു മനസാക്ഷിയുള്ളവരാരും ഇത്തരത്തിലൊരു സൈബർ ആക്രമണത്തിന് ഈ സമയത്ത് മുതിരുവോ? അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണ്. അത് അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഈ നാടൊട്ടുക്കും നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ മഹാവൃദ്ധം ജനങ്ങളും ഇതിനു വേണ്ടി ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് നമ്മൾ ആ വിധത്തിൽ കണ്ടാൽ മതി. അതല്ലാതെ അവരോട് നമ്മൾ കുറ്റപ്പെടുത്താനോ അവരുടെ പേര് കേസിന് പോകേണ്ടയോ അതൊന്നും നമ്മളെ വലിയ പ്രശ്നമല്ല. നമ്മൾ ലക്ഷ്യം എന്താണെന്നുണ്ടെങ്കിൽ അർജുൻ്റെ ട്രക്കും കണ്ടെത്തുക. അതാണ് നമ്മളുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലുള്ള മാർഗത്തിൽ എന്ത് വന്നാലും ശരി അത് നമ്മൾ നീക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്നും നമ്മൾ മറ്റുള്ള വിധത്തിൽ നിരാശപ്പെടാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിരാശപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ കുടുംബത്തിനെ കൂടുതൽ ആ കുടുംബം ഇപ്പോൾ തന്നെ വലിയ സങ്കടത്തിൻ്റെ ഭാരമാണ് അവരുടെ മുകളിലുള്ളത്. അപ്പോഴാണ് ഈ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഇങ്ങനെയൊരു സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബം പരാതി നൽകാൻ തയ്യാറായത്. ഇന്നലെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അർജുൻ്റെ സഹോദരി അഞ്ജുമായി സംസാരിച്ചപ്പോഴൊക്കെ അവർ വളരെ ദുഃഖത്തോടു കൂടിയാണ് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട്, അതിനിടയിലാണ് ഇങ്ങനെയൊരു സൈബർ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അമ്മ വൈകാരികമായി ഇപ്പം നമ്മളുടെയൊക്കെ അമ്മയാണെങ്കിലും മക്കളെ 2-3 ദിവസം കാണാതെ ആയിട്ട് പോലും അല്ല 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് തെരച്ചിൽ ആരംഭിക്കുന്നത്. അന്നൊന്നും സൈന്യം പോലും ഇറങ്ങിയില്ല. ഇപ്പോഴാണ് ഊർജിതമായ ഒരു പ്രവർത്തനം നടക്കുന്നത്. അതിൽ അവർ പ്രതികരിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ടാണ് അവരെ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളെന്താ കാണേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളെപ്പോലുള്ള ഈ മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും മറ്റ് ഇന്ത്യ ഒട്ടുക്കുള്ള ആൾക്കാർ ഈ അർജുന് വേണ്ടി ആ ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടി അർജുനെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ എല്ലാ സപ്പോർട്ടും തരുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുന്നൊന്നും നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് കാണുകയോ അല്ലെങ്കിൽ അത് ഒരു വലിയൊരു പ്രയാസം വലിയ വേദനയിലാണ്. ആ വേദനയൊക്കെ ഉണ്ടാവും. കാരണം അതിനേക്കാൾ വേദനയാണ് അർജുനെ കാണാത്തതിലുണ്ടാകുക. അതിൻ്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളെപ്പോലുള്ള നിങ്ങളുടെയും നമ്മളുടെയും അല്ലെ നാട്ടുകാരുടെയും ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ആൾക്കാരുടെയും എല്ലാം പിന്തുണ ഉണ്ടാകുന്ന സമയത്ത് അത് അവരെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമല്ല. കാരണം അതാണ് നമ്മളുടെ ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മളുടെ എല്ലാവരുടെയും പിന്തുണയും നമ്മളുടെ എല്ലാവരുടെയും ആർജവത്തോടു കൂടിയുള്ള മുന്നോട്ടുള്ള പോക്കും അത് അവർക്ക് പിന്തുണയായി മാറും. അവരുടെ ലക്ഷ്യപ്രാപ്തി എത്തും. ആ പ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റാണ്. കാരണം ഒരു നാട് മുഴുവൻ അർജുനു വേണ്ടി തെരച്ചിലിനും അർജുനു വേണ്ടി പ്രാർത്ഥനകളും അർജുൻ്റെ ആ തിരിച്ചുവരവിനുള്ള പ്രതീക്ഷകളുമായി ജീവിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായി ഒട്ടും മനസാക്ഷിയില്ലാത്തൊരു വിഭാഗം നമ്മൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കാണുന്ന അല്ലെങ്കിൽ ഒരു ദുരന്ത ഭൂമിയെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ ദുരന്തം മുഖത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത ഒരു അമ്മയുടെ വികാരങ്ങൾ മനസ്സിലാകാത്ത ഒരു വിഭാഗം ആളുകളാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു വയോധികയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ മകനെ 10ാമത്തെ ദിവസമായിട്ടും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ദുഃഖം അവർക്കുണ്ട്. കഴിഞ്ഞ അർജുനെ കാണാതായി 3 ദിവസത്തോളം യാതൊരു വിധത്തിലുള്ള തെരച്ചിലും നടന്നിട്ടില്ല. ഒരു വഴിപാട് പോലെ ആ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്തതിനപ്പുറത്തേക്ക് ഒരു റെസ്ക്യൂ ഓപ്പറേഷനും നടന്നിട്ടില്ല. സ്വാഭാവികമായും അതിൽ നിന്നുണ്ടായ ഒരു വൈകാരികമായാണ് അവർ ഇനിയിപ്പോൾ പട്ടാളത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ആ അമ്മയെയാണ് ഒരു സംഘം ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിനേഷ് സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളൊന്നും അതിനുള്ള സമയമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ സമയം നമ്മൾക്ക് അർജുനന്റെ കൈകോർത്ത്
ഓർത്ത് നിന്നാൽ പോരെ, ആ കുടുംബത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നാൽ പോരെ, ഒരുമിച്ച് പിന്തുണ നൽകിയാൽ പോരെ? ആ സമയത്ത് നമ്മൾ വെറുതെ എന്തിനാണ് മറ്റ് അനാവശ്യ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയും നമ്മുടെ പ്രയത്നവും പോകുന്നത്? നമ്മൾ ഒറ്റയൊരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയല്ലേ അർജുൻ എന്ന ആ ഒറ്റ വിഷയത്തിൽ? അർജുനെ നമുക്ക് തിരികെ വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ